നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ L366 ലാലിറ്റൻ്റെ പുതിയ ചിത്രം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം തരുൺ മൂർത്തിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അതുപോലെ രതീഷ് രവിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിലാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ എന്തായാലും പോസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഈ 3 പേരുടെ പേര് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂവിൻ്റെ ഡീറ്റെയിലുകൾ അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്കി കോ ആക്ടേഴ്സ് ആരൊക്കെയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വേറൊരു പരിപാടിയാണ്. കാര്യം ഇത് ആദ്യം ഫസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഇതൊരു ആക്ഷൻ കോമഡി സംഭവമായിട്ടാണ് അന്ന് ഇത് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ആക്ഷൻ കോമഡി എന്ന് കേട്ടപ്പോൾ ഇത് എനിവേ ആക്ഷൻ ഉണ്ടാകുമ്പോൾ ഇതൊരു ഹൈ ഒക്ടൈൻ ബാഡ് ബോയ്സ് പോലത്തെ ഒരു ഇംഗ്ലീഷിൽ ആ രീതിയിലൊരു പരിപാടിയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ്റെ ലൈഫിലെ പരിപാടികളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയ. കാര്യം ലാലേട്ടൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ മാൻ അല്ലെങ്കിൽ കുറച്ച് ലേസി ആയിട്ടുള്ള പോലീസ് ഓഫീസർ അങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നും. കാര്യം ഒരു നോർമൽ സ്ലിപ്പർ, അതുപോലെ തന്നെ കയ്യിൽ ഷൂസ് പിടിച്ച് ബാഗൊക്കെ പിടിച്ച് നിൽക്കുന്നത് മേ ബി ഒരു ഫാമിലി മാനായിട്ടുള്ള ചെറിയൊരു സാധാരണക്കാരനായ ഒരു പോലീസുകാരനായിട്ടായിരിക്കും വരുന്നത്. മാനുഷിക സംഭവമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു സിനിമനെ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമുക്കറിയാം മേ ബി ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ ഇമോഷണലി ഉള്ള പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും തരുൺ മൂർത്തി തന്നെ ഈ ഡയറക്ടറിന് കൂടെ ജോയിൻ ചെയ്ത് സിനിമ ചെയ്യുന്ന കാര്യം. നമുക്ക് അറിയാം തുടരും എടുക്കാൻ കാര്യവും തരുൺ മൂർത്തി ചൂസ് ചെയ്യാനുള്ള കാര്യവും തരുൺ മൂർത്തിക്ക് ഇമോഷണലി പരിപാടികൾ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും തരുൺ മൂർത്തിയെ കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഓസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പം തരുൺ മൂർത്തി ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് നല്ലൊരു സിനിമ എക്സ്പെക്ട് ചെയ്യാൻ എനിക്ക് തരുൺ മൂർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഗ്യാരണ്ടി തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തായാലും നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും. കാര്യം ഇപ്പോഴത്തെ ഫിലിമേഴ്സ് ചെയ്യുമ്പോൾ അവർ നല്ലപോലെ ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല ചിത്രം തന്നെ ആകാം, ഒരു മോശം സിനിമ ആയിരിക്കില്ല. പിന്നെ ലാലേട്ടൻ്റെ എനിക്കൊന്ന് കോമഡി റോൾ നമ്മളിപ്പം ഒരുപാടൊന്നും കണ്ടില്ല. സിനിമ ചെറിയ സീനുകളൊക്കെ ഉണ്ടെങ്കിലും ഫുൾ ലോൺ ആയിരിക്കും ഇതിൻ്റെ അത് കോമഡി ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ എന്നിരുന്നാലും സിനിമ ഉടൻ തന്നെ ചിത്രീകരണം പൂർത്തിയായിട്ട് പെട്ടെന്ന് തന്നെ റിലീസാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഗൈസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ബൈ.